HTC എന്ന ബ്രാൻഡിന്റെ HTC U24 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. HTC ഇപ്പോൾ കുറച്ചായിട്ട് അധിക ഫോണുകളൊന്നും ലോഞ്ച് ചെയ്യാറില്ല. എപ്പോഴെങ്കിലൊക്കെ ഫോണുകൾ ലോഞ്ച് ചെയ്യാറുള്ളൂ. അവരുടെ പുതിയൊരു ആൻഡ്രോയിഡ് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ആൻഡ്രോയിഡ് ഫോൺ ലോഞ്ച് ചെയ്യുന്നത് HTC എന്നുള്ള ബ്രാൻഡായിരുന്നു. പക്ഷെ ഇപ്പം അവർ അധികം മാർക്കറ്റിലില്ല. അപ്പം കുറച്ച് കാലത്തിന് ശേഷം ഒരു ആൻഡ്രോയിഡ് ഫോൺ അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് അവരുടെ തിരിച്ചുവരവാണോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HTC U24 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.8 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കേർഡായിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുകളിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 198.7 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.98 mm ആണ്. IP67 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ സ്പേസ് ബ്ലൂ അതുപോലെ തന്നെ ട്വിലൈറ്റ് വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇത് അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഫോണിന്റെ വില വരുന്നത് 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ തിരക്കുകളില്ലാത്തൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഈ ഒരു പ്രോസസ്സർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 പോലുള്ള പ്രോസസ്സറൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വരുന്നില്ല. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. 256 GB ഇന്റേണൽ ആണ് വരുന്നത്. 12 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ പൊതുവെ മെമ്മറി കാർഡ് സ്ലോട്ട് കാണാറില്ല. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ HTCയുടെ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമായിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇന്റഗ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. വോയിസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. 50 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാപിക്സലിന്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഓൺ പേപ്പർ അത്യാവശ്യം നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇപ്പോൾ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 4600 mAh ബാറ്ററിയാണ് വരുന്നത്. 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും 5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. നല്ലൊരു ചാർജിങ് സ്പീഡും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം തൈവാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. തൈവാനിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. അപ്പം വില അത്യാവശ്യം ഉണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിംഗ് പോലുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. IP67 റേറ്റിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സർ കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ കൊടുത്തിട്ടില്ലെങ്കിലും സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറെങ്കിലും അവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. എന്നാലും തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്.
സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എന്നൊക്കെ തന്നെ മൊത്തത്തിൽ പറയായിരുന്നു. ഇത് HTCയുടെ തിരിച്ചുവരവാണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു തിരിച്ചുവരവാൻ ചാൻസ് ഇല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ ഒരു ഡീൽ ബ്രേക്കർ ആവാൻ ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ കൊടുത്തിരുന്നെങ്കിൽ നന്നായേനെ. എന്തായാലും HTCയുടെ U24 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഒരു ഫോണിൻ്റെ വില വളരെ കുറയാനൊന്നും ചാൻസ് ഇല്ല. നമുക്കൊരു 45,000 to 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ.